ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? അടുത്തിടെ ചെയ്ത ഷോർട്ട് വീഡിയോയുടെ തന്നെ ഫുൾ വീഡിയോ ആണിത്. ഇതൊരു ക്യൂട്ടായിട്ടുള്ള കോളേജ് ഡ്രാമയാണ്. ഈ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, ഹീറോയിൻ ആവട്ടെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഹീറോയിൻ്റെ സ്വപ്നമെന്ന് പറയാൻ സാധിക്കില്ല, അവളുടെ മുത്തശ്ശിയുടെ ആഗ്രഹമാണ്. അവള് ആ സ്വപ്നം നിറവേറ്റണമെന്ന് അവൾ ആഗ്രഹിക്കുകയും സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ലവിനാണോ അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നും അതിലേതാണ് സെലക്ട് ചെയ്യുന്നതെന്നും അവളുടെ ഡ്രീം അവൾ അച്ചീവ് ചെയ്തോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സ്റ്റോറി. തീർച്ചയായും ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൂടെ കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടി ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ആക്കണേ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയധികം ലേറ്റ് ആവുന്നത് ഡ്രാമാസൊക്കെ. തീർച്ചയായും എല്ലാവരും ഡ്രാമാസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിനായ ഷാഷയെയാണ് കാണിക്കുന്നത്. ഈ കോളേജിൽ തന്നെ ഫൈനൽ ഇയറിൽ നമ്മുടെ ഹീറോയിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ സുഹൃത്താവട്ടെ ഓടി അവളുടെ അടുത്ത് വന്നിട്ട്, നമ്മുടെ കോളേജിൽ ഫൈനൽ ഇയറിലേക്ക് വളരെ സൂപ്പർ ഫിഗറുള്ള ഒരു പയ്യൻ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പയ്യൻ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയും എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെ ആ പെൺകുട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ വരുന്നില്ല എന്ന് അവൾ പറയുന്നു. ഉടനടി തന്നെ അവൾ പറയുന്നുണ്ട്, അവൻ എബ്രോഡിൽ നിന്നാണ് വന്നതെന്ന് കേട്ടത്. അവന്റെ മുടിയൊക്കെ സിൽവർ നിറത്തിലാണ് ഇരിക്കുന്നത്. 6 പാക്ക് ഒന്നുമല്ല, അവന് 8 പാക്ക് വരെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഫിഗർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അവന്റെ പിന്നാലെ നടക്കുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ ഒരുത്തിയാണെന്ന് അവൾ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ഇതിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾക്കാണെങ്കിൽ ഈ പിയാനോ വായിക്കുന്നതിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ലണ്ടനിലെ ഒരു പ്രമുഖ കോളേജിലേക്ക് പോയി പിയാനോ വായിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. അതായത് അവളുടെ മുത്തശ്ശിയുടെ ആഗ്രഹമാണിത്. ഇപ്പോൾ അവളുടെ സുഹൃത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് നീ എന്നോടൊപ്പം വാ, അവൻ ഇപ്പോൾ സ്വിമ്മ് ചെയ്ത് തീരാറായി കാണും. കുറച്ചു നേരം അവനെ പോയി സൈറ്റ് അടിച്ച് ഇവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെ പിടിച്ചു വലിച്ച് നിർബന്ധപൂർവ്വം തന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം തന്നെയായിരുന്നു നമ്മുടെ ഹീറോ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് പൂളിൽ നിന്ന് പുറത്തേക്ക് വന്നതും അവനെ അസിസ്റ്റന്റ് ആവട്ടെ ടവലൊക്കെ ധരിപ്പിക്കുന്നുണ്ട്. അത്രയ്ക്ക് പണക്കാരനായിരുന്നു അവൻ. വളരെയധികം ധനികനായതുകൊണ്ടായിരിക്കുമല്ലോ കോളേജിലും ഒരു അസിസ്റ്റന്റിനെ കൊണ്ട് നടക്കുന്നത്. അവൻ നോക്കുമ്പോഴോ ആ കോളേജിലെ മൊത്ത പെണ്ണുങ്ങളും അവന് ചുറ്റും ഉണ്ടായിരുന്നു. അയ്യോ, നീ എത്ര ഹാൻഡ്സമാണ്, നിന്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ യാചിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ അവനോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ തന്നെ ഹീറോ അവരെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നു. ഇതേ സമയം തന്നെയാണ് ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്ന ലെറ്ററുമായി വന്ന് കൺഫസ് ചെയ്യുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ, എനിക്ക് നിന്നോട് പ്രണയം തോന്നിയെന്നും നീ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ വളരെ നല്ല പെൺകുട്ടിയാണ്, നിന്നെ നല്ല പോലെ നോക്കിക്കോളാമെന്നൊക്കെ അവള് ഹീറോ എടുത്ത് പറയുന്നു. ഇതേ സമയം തന്നെയാണ് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് എൻ്റർ ആവുന്നത്. അവൾ വളരെ സൈലന്റായി തന്നെയാണ് അവിടേക്ക് വന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിന്റെ നേച്ചർ ഇങ്ങനെ തന്നെയാണ്, എല്ലായ്പ്പോഴും ശാന്തമായി തന്നെയാണ് അവൾ പെരുമാറുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഇവനാണ് ഹീറോയുടെ ക്ലോസ് ഫ്രണ്ട്. സ്കൂൾ ടൈമിൽ അവരിരുവരും ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നീടാണ് ഹീറോ എബ്രോഡിലേക്ക് പോയത്. ഇപ്പോൾ മടങ്ങിയെത്തിയപ്പോൾ കോളേജിലും അവന്റെ കൂട്ട് ഇവൻ തന്നെയാണ്. കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ലെറ്റർ ആവട്ടെ ആ യുവാവ് വാങ്ങി വെച്ചിട്ട് അവനിങ്ങനെ സൈലന്റ് ആയിട്ടുള്ള പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ല, ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം, കുറച്ചു കഴിഞ്ഞിട്ട് നീ എന്നെ വന്ന് കണ്ടാൽ മതിയെന്ന് പറയുന്നത് കേട്ടപ്പോൾ ആ പെൺകുട്ടി ഹീറോയുടെ എന്തോ പറയാൻ തുടങ്ങിയാണെങ്കിലും അവൻ ഉടനടി തന്നെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവളുടെ സംസാരം നിർത്തുന്നു. മതി, നിർത്തിക്കോ, എനിക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവിടെ ചുറ്റും കൂടിയിരുന്ന പെൺകുട്ടികളെല്ലാം ഷോക്ക് ആവുന്നുണ്ട്. എന്ത് ഗേൾ ഫ്രണ്ടോ? നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് മടങ്ങി വന്നതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ഗേൾ ഫ്രണ്ടോ? ഞങ്ങളൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ ഹീറോയുടെ പിന്നാലെ നിന്നവർ വിളിച്ചു പോവുന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നേരെ ഹീറോയിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന്, കണ്ടോ, എല്ലാവരും കണ്ടോ, ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്ത് ഗേൾ ഫ്രണ്ടോ? ഞാനോ? ഇവൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നതെന്ന മട്ടിൽ തന്നെ അമ്പരപ്പോടെ ഹീറോയിൻ അവനെ നോക്കുന്നു. ചുറ്റും കൂടിയുന്ന പെൺകുട്ടികളൊക്കെ, ഓ ഇവന് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ടോ, വെറുതെ ഇവന്റെ പിന്നാലെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്തല്ലോ, കഷ്ടമായി പോയി എന്നൊക്കെ പറയുന്നു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിന്നെ വെറും ഒരു ഷീൽഡായി യൂസ് ചെയ്യുകയായിരുന്നു ഇവറ്റകളിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നു. ഇത് കേട്ട് ഹീറോയിന് ദേഷ്യമാവുന്നുണ്ട്. ജസ്റ്റ് ഒരു ടൂളായിട്ടാണല്ലോ തന്നെ യൂസ് ചെയ്തത്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തന്ന ഹെൽപ്പിന് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾ അവിടെ നിന്ന് എല്ലാവരോടും സത്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ അവരെല്ലാം എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിൽ പിടിച്ചവള് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അബദ്ധവശാൽ കാല് സ്ലിപ്പാവുന്നത് കൊണ്ട് തന്നെ അവൻ ഉടുത്തിരുന്ന ടവലിലാണ് പിടി വീഴുന്നത്. അത് അവൾ നിലത്തേക്ക് വീഴുന്നതിനോടൊപ്പം തന്നെ ആ ടവൽ അഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്.
ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് മാനം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല കാര്യം ഒരു ട്രൗസറെങ്കിലും ധരിച്ചിരുന്നത്. അവിടെയുള്ള പെൺകുട്ടികളാവട്ടെ വാ പൊളിച്ച് എന്തായിരുന്ന മട്ടിൽ സന്തോഷത്തോടെ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തിനാ ഈ രീതിയിൽ തന്നെ നാണം കെടുത്തിയെന്ന മട്ടിൽ തന്നെ ഹീറോ വളരെ ഷോക്കായി ഹീറോയിനെ നോക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള പെൺകുട്ടികളാവട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ ഹീറോയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ്, മനഃപൂർവ്വമല്ല എന്ന് ഹീറോയിൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഇതിനെപ്പറ്റിയൊന്നും തീർത്തും കെയർ ചെയ്യുന്നില്ലായിരുന്നു. അവനാവട്ടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ ഗേൾ ഫ്രണ്ടായി യൂസ് ചെയ്തോണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ നിനക്കും എന്നോട് അട്രാക്ഷൻ തോന്നിക്കാണുമെന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ ഇല്ലില്ല അങ്ങനൊന്നും ഇല്ലാന്ന് അവൾ ഉടനടി മറുപടി പറയുന്നുണ്ടെങ്കിലും എങ്കിൽ പിന്നെ നിന്റെ മൂക്കും കവളും ഒക്കെ റെഡായിരിക്കുന്ന എന്താണെന്നും അവൻ തിരക്കുന്നുണ്ട്. ശരി, ഇത് ആക്സിഡന്റായി സംഭവിച്ചതാണെന്ന് ഞാൻ വിചാരിക്കാം. എങ്കിൽ പിന്നെ ഈ ടവല് നീ തന്നെ എനിക്ക് ധരിപ്പിച്ചു തരണം. അതൊന്നും പറ്റില്ല, തന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല, അതിനെന്തായാലും ചാൻസ് ഇല്ല എന്ന് അവളും വ്യക്തമാക്കുന്നു. അതിന് അവനാവട്ടെ നിന്റെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ തന്നാൽ മതി, പിന്നീട് ഞാൻ കോണ്ടാക്ട് ചെയ്തോളാന്ന് പറയുന്നുണ്ട്. കോണ്ടാക്ട് ഇൻഫോർമേഷനൊക്കെ എന്തിനാണെന്ന് അവൾ തിരക്കുമ്പോൾ പുതിയൊരു ടവല് വാങ്ങി തരണം, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടും അവനെ ഒഴിവാക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടും അവള് കോണ്ടാക്ട് ഇൻഫോർമേഷൻ അവന് കൈമാറുന്നു. പിന്നീട് ഹീറോയിനും അവളുടെ സുഹൃത്തും കൂടെ നടന്നു പോകുമ്പോൾ, നീ അവന്റെ ടവല് മാറ്റിയില്ലേ, വളരെ സീനായിരുന്നു, നീ ഈ കോളേജിൽ ഇനി ഫേമസ് ആവാൻ പോവുകയാണെന്ന് ഹീറോയിന്റെ അടുത്ത് ആ പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ ഫേമസ് ആയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്, ഇങ്ങനെയൊന്നും ഫേമസ് ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ സുഹൃത്തിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. കുറച്ച് അകലെ നിന്ന് തന്നെ അവരിരുവരും നടന്നു വരുന്നത് ഹീറോ കാണുകയും ക്ലാസ്മേറ്റ് ഇത്ര ധൃതിയിൽ എവിടേക്ക് പോവുകയാണ്, ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെയും ഫ്രണ്ടിനെയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അയ്യോ, വീണ്ടും അവന്റെ മുമ്പിൽ പോയി പെട്ടല്ലോ എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഹീറോയിൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ടും ഇതേ സമയം പറയുന്നുണ്ട്, ദേ അവര് നമ്മുടെ അടുത്തേക്ക് നടന്നല്ലേ വരുന്നത്, എനിക്ക് വല്ലാതെ ഭയം ആവുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്, എന്തായാലും ഫേസ് ചെയ്തല്ലേ മതിയാവൂ, നീ ഇവിടെ ഒന്ന് അടങ്ങി നിൽക്കെന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ അവള് പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും ഭയം കാരണം അവള് മുഖം തിരിക്കുന്നുണ്ട്. ഇതേ സമയം ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ ഹീറോയിന്റെ ഫ്രണ്ടിനെ കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത്, നീ എന്താണ് എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്ന് ഹീറോ അവളുടെ അടുത്ത് തിരക്കുന്നു. എന്തായാലും ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ അവിടെ നിന്ന് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഹീറോയിൻ അവന്റെ മുമ്പിൽ വെച്ച് തന്നെ മൊബൈൽ എടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അയ്യോ, ഇതെന്ത് പരിപാടിയെ കാണിച്ച, ഞാൻ എങ്ങനെയും അവളെ കറക്റ്റ് ചെയ്ത് അവളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചാനേ എന്ന് അവന്റെ ഫ്രണ്ട് വല്ലാതെ ഫീൽ ചെയ്ത് പറയുന്നു. എന്നാൽ ഹീറോ ആവട്ടെ ഹീറോയിൻ പോകുന്നിടത്തേക്ക് നോക്കിയിട്ട് ഇനി ഒരിക്കലും എൻ്റെ അടുത്തുനിന്ന് നിനക്ക് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലുറപ്പിക്കുന്നു. ഹീറോയിൻ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇന്നൊരു പാർട്ടി ഉണ്ടെന്നും ഒരു റേസറിനെ പോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് വരണമെന്ന് അവളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മറക്കാതെ തന്നെ ലെതർ ജാക്കറ്റും കൂടി ധരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് ഹീറോയിൻ ആവട്ടെ ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പാർട്ടി നടക്കുന്ന പബ്ബിലേക്ക് എത്തുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ധരിക്കാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രണ്ട് ആവശ്യപ്പെട്ടതല്ലേ, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഫ്രണ്ടിന് കമ്പനി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് അവളത് ധരിച്ചത്. ഇതേ സമയം തന്നെ ഹീറോയിന്റെ അടുത്തേക്ക് തെറ്റായ ഉദ്ദേശത്തോടെ തന്നെ ഒരു വ്യക്തി വന്നിട്ട് നീ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിക്കുന്നുണ്ട്. ആരാണെന്നൊന്നും എനിക്കറിയില്ല, മര്യാദയ്ക്ക് എൻ്റെ കൈ വിടുന്നതന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. ഹീറോയിൻ ദൂരെ നിന്ന് തന്നെ ഈ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. പക്ഷേ ആ ഡ്രസ്സിങ്ങിൽ തന്നെ ആയിരുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ ആണെന്ന് പോലും അവന് ഗസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ സുഹൃത്ത് അവിടേക്ക് എത്തുകയും എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ, ഈ സിറ്റിയിലെ കമ്മീഷണർ ആണെന്നൊക്കെ പറഞ്ഞ് അയാളെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്നുണ്ട്. ഇത്രയും കേട്ടതേ ഉള്ളൂ. വല്ലാതെ ഭയപ്പെട്ട അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഹീറോയിൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ അവളുടെ അമ്മയും അച്ഛനും മരണപ്പെട്ടതാണ്. മുത്തശ്ശിയാണ് അവളെ വളർത്തിയത്. അവൾക്കൊരു ആൻറ്റിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളുടെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. അവരും വളരെ നന്നായി തന്നെയാണ് ഹീറോയിനെ നോക്കിക്കൊണ്ടുവന്നത്. അങ്ങനെ അവളുടെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഹീറോയിനെ ക്ഷണിക്കുന്നുണ്ട്. എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ അവരുടെ മകൻ എബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെന്നും അവർ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ആരാണ് ആളെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നീ എന്താ ഇവിടെ എന്ന മട്ടിൽ തന്നെ ഹീറോ അവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ആരാണ് ഈ പെൺകുട്ടി, ആരാണെന്നും എന്താണെന്നും അറിയാതെ ഇവിടെ വീട്ടിൽ വിളിച്ചിരുത്തിയേക്കുന്ന കാര്യം എന്താണെന്ന് ഹീറോ തിരക്കുന്നു. അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ലൂസ് മാതിരി സംസാരിക്കാതെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ നോക്ക്. ഇവൾ വേറെ ആരുമല്ല, എന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ടല്ലോ അവന്റെ മകളാണ്. ഇവിടെ എപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്യും. നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അറിയാതെ പോയത്. വാ വന്നിരുന്ന് എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു പറഞ്ഞ് ഹീറോയും വിളിക്കുന്നു അവന്റെ അച്ഛൻ. അതിന് ഹീറോ ഇവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ, എന്റെ വിശപ്പേ പോയെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിൻ അവിടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് എനിക്കും യാതൊരു താല്പര്യവുമില്ല. എന്റെ വിശപ്പ് ഇതോടെ പോയി കഴിഞ്ഞു. വീട്ടിലേക്ക് പോയി ബെഡിൽ കിടന്നുകൊണ്ട് ഞാൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമെന്നും പറഞ്ഞ് ഹീറോയെ അവള് മനസ്സിൽ ഒരുപാട് വഴക്ക് പറയുന്നു. എന്നാൽ അവന്റെ അച്ഛനും അമ്മയും വിടാൻ തയ്യാറായില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരേ യൂണിവേഴ്സിറ്റിയിലല്ലേ പഠിക്കുന്നത്, അവൾ നിന്നെക്കാട്ടിലും ഒരു വയസ്സിന് ഇളയതാണ്, ഒരു സഹോദരിയെ പോലെ തന്നെ കണ്ട്
അവളെ നോക്കിക്കോണോന്ന്. എന്തോന്ന് സഹോദരി എന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ കളിയാക്കുന്നു. എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു സഹോദരിയായി നിന്നെ കാണണമെന്ന്. നിനക്ക് ഇത് കേട്ടിട്ട് തീർത്തും കുറ്റബോധം തോന്നില്ലേ? കഴിഞ്ഞ ദിവസം നീ എന്നോട് എന്താ പ്രവർത്തിച്ചെന്ന് ഞാൻ പറയണോ അതോ നീ പറയുന്നു എന്ന് അവൻ ചോദിക്കുന്നു. ഏയ്യോ, ഇവനെല്ലാം വിളിച്ചു പറയൂന്ന് ഹീറോയിൻ ഭയപ്പെടുന്ന സമയത്ത് തന്നെ അവളുടെ അച്ഛനാവട്ടെ ഇത് കഴിക്ക് അത് കഴിക്കെന്ന് പറഞ്ഞ് എല്ലാം പ്ലേറ്റിലുള്ളതും അവളുടെ നേർക്ക് നീട്ടിവെക്കുന്നുണ്ട്. ഏതോ ഒരുത്തിയെ ഇത്രമാത്രം ഗവനിക്കുന്ന നോക്കി. സ്വന്തം മകനായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തിയതാണ്, എന്നെ ഒന്നും ഗവനിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് ഹീറോ ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരവും നിന്റെ സഹോദരി വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് വാ എന്ന് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്. ഹീറോ ഒരു ബൈക്ക് റേസർ ആയതുകൊണ്ട് തന്നെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് വാ കയറെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളാവട്ടെ അതൊന്നും വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം എന്ന് പറയുന്നു. അതെന്തായാലും നല്ല തീരുമാനമാണ്, അത്രയും നേരം കൂടി എനിക്കൊന്ന് കറങ്ങാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയും ചുറ്റി നടക്കാതെ നേരെ വീട്ടിൽ തന്നെ പോകണം, എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അത് തൻ്റെ തലയിലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ആ നടു റോഡിൽ അവളെ തനിച്ചു വിട്ടിട്ട് അവൻ വളരെ ജോളിയായി തന്നെയാണ് പോയതും. പിറ്റേ ദിവസം ഫ്രണ്ടിനോട് ഹീറോയിൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും നിനക്കവനെ കാണാമല്ലോ എന്നും നിന്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മകനിലെ ആ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കാണാമല്ലോ എന്ന് അവളുടെ ഫ്രണ്ട് പറയുന്നത് കേട്ടപ്പോൾ അതേ കാണാം, എനിക്കവനെ കാണുമ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കുമെന്ന് ഹീറോയിനും പറയുന്നു. ഇതേ സമയം തന്നെ ഒരു ജൂനിയർ പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്തും അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തും ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് അവരിരുവർക്കും കോഫിയൊക്കെ വാങ്ങിയാണ് ആ പയ്യൻ ഇവിടെ ഇരിക്കുന്നത്. കോളേജിലെ പഠനത്തിന് ശേഷം ലണ്ടനിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെന്നാണല്ലോ ഹീറോയിൻ കരുതിയിരിക്കുന്നത്. അതേ പ്ലാൻ തന്നെയായിരുന്നു ആ യുവാവിന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ക്ലോസ് ആയി വിവരങ്ങളൊക്കെ തിരക്കിയായിരുന്നു ആ യുവാവ്. അവനാവട്ടെ അവിടുന്ന് പോയതിനു ശേഷം ഹീറോയിന്റെ ഫ്രണ്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാനായിരിക്കില്ല അവൻ ചിലപ്പോൾ വരുന്നത്. എനിക്കെന്തോ അവൻ നിന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയെന്ന് പറയുന്നത് കേട്ടപ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ. നിനക്ക് ഈ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ, പഠിക്കണമെന്നോ മുന്നേറണമെന്നോ യാതൊരു ആഗ്രഹവുമില്ലേ? ഈ ടൈമിൽ നന്നായി പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കൂ എന്നും ഹീറോയിൻ പറയുന്നു. അതിനവളുടെ ഫ്രണ്ടാവട്ടെ നീ ഒന്ന് പോയേ, ഈ ടീനേജ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനുള്ള ടൈമാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അതൊക്കെ ചെയ്യുക, പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ടി വരരുതെന്നും ഫ്രണ്ട് പറയുന്നു. ഇതേ സമയം തന്നെയായിരുന്നു ഹീറോയും അവൻ്റെ ഫ്രണ്ടും കൂടി ലൈബ്രറിയിലേക്ക് വന്നത്. ആ രണ്ട് പെൺകുട്ടികളെ എവിടെ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഹീറോ പറയുന്നുണ്ട്. ഉടനടി തന്നെ അറിയാവുന്നത് തന്നെയാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരിരുവരും കൂടി ഹീറോയിൻ്റെ അടുത്തും അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തും ചെല്ലുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മളിരുവരുടെയും കൂടിക്കാഴ്ച എപ്പോഴും യാദൃശികമായി നടക്കുന്നതായിരിക്കും, നീ എൻ്റെ വീട്ടിൽ വന്നതുപോലെ അല്ലേ എന്ന്. ഇവൻ ഇനി എന്ത് പ്രശ്നത്തിനായിരിക്കും വന്നേന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ വളരെ സൈലന്റ് ആയി തന്നെ അവനെ അവോയ്ഡ് ചെയ്യുന്നു. ഹീറോയുടെ ഫ്രണ്ട് അവരിരുവരടുത്തും പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഹീറോയിൻ ഓൾറെഡി ഹീറോയുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ, എന്തുകൊണ്ട് ദേഷ്യവും ഈർഷ്യയും ഒക്കെ മാറ്റിവെച്ച് നമുക്ക് 4 പേർക്കും ഫ്രണ്ട്സായി ഇരുന്നൂടാ എന്ന് അവൻ ചോദിക്കുന്നു. ഹീറോ അതിനൊക്കെ തലയാട്ടുന്നുണ്ടെങ്കിലും ഹീറോയിനാവട്ടെ ഇതെല്ലാം തെറ്റ് തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹീറോയുടെ ഫ്രണ്ടിനാവട്ടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. എങ്ങനെയും അവളെ കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, എന്തിന് ഹീറോയിനും അവളുടെ ഫ്രണ്ടിന് പോലും മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവൻ പുറകെ കുറെ ചുറ്റട്ടെന്ന് അവരിരുവരും കരുതുന്നു. അങ്ങനെ തന്നെ സൈലൻ്റായി തന്നെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. കണ്ടില്ലേ, അവൾ ഒന്നും മിണ്ടാതെ സൈലൻ്റായി എഴുന്നേറ്റ് പോയെന്ന് പരിഭവത്തോടെ തന്നെ ഹീറോ എടുത്ത് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. വഴിയിൽ വെച്ച് ഹീറോയിൻ അവളുടെ ഒരു സീനിയറെ കാണുന്നുണ്ട്. അവളുടെ നമ്പർ ചോദിക്കുമ്പോൾ അവളാവട്ടെ ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല, നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, നമ്പർ തരാൻ സാധിക്കില്ല എന്ന് മാന്യമായ രീതിയിൽ തന്നെ അവനോട് പറയുന്നു. അതിനാ യുവാവട്ടെ നേരിൽ കണ്ടാൽ എന്ത് സൈലൻ്റായിട്ടും നല്ല രീതിയിലുമാണ് ഇവളുമാരൊക്കെ പെരുമാറുന്നത്, പക്ഷേ സോഷ്യൽ മീഡിയയിലൊന്ന് ചെന്ന് നോക്കണം, അന്നേരമായിരിക്കും ഇവളുടെയൊക്കെ തനിനിറം എന്താണെന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെ കുറിച്ച് അയാൾ മോശമായി സംസാരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന ഹീറോ അവളുടെ അടുത്തേക്ക് വരികയും അവളെ ചേർത്ത് പിടിച്ചതിന് ശേഷം എൻ്റെ ഗേൾ ഫ്രണ്ടിനോട് മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ നീ ഇനി അവളോട് സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അവളുടെ കൺമുന്നിൽ പോലും വന്നു പോരുത്, ഇന്ന് ഞാൻ നല്ല മൂഡിലായതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടിരിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ തലവഴി വെള്ളം എടുത്തൊഴുകുകയും ആ യുവാവ് വളരെ ദേഷ്യത്തോടെയാണ് അവിടെ നിന്ന് പോവുകയും ചെയ്തത്. അവൻ പോയതിനു ശേഷം ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ എത്ര നാളിങ്ങനെ സൈലൻ്റായി അടക്കം ഒതുക്കം ഉള്ളതുപോലെ പെരുമാറിക്കൊണ്ടിരിക്കും, നിന്നോട് വഴക്കിന് വന്നാലെങ്കിലും നിനക്ക് തിരിച്ച് 4 സംസാരിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അതിനും ഹീറോയിൻ സൈലൻ്റ് ആയിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് നല്ലവണ്ണം അറിയാം, അന്ന് ആ ഡ്രസ്സിൽ നീ തന്നെയല്ലേ ആ പബ്ബിലേക്ക് വന്നേ എന്ന് അവൻ തിരക്കുന്നുണ്ട്. ഇത് ഇവൻ എങ്ങനെ അറിഞ്ഞു, മാനം പോയല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവളോട് അവിടെ നിൽക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ അവന്റെ കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിനെപ്പറ്റി ചോദിക്കാനാണ് അവിടെ നിൽക്കാനായി അവൻ ആവശ്യപ്പെട്ടത്. എന്തിനെ എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് അതിന് മറുപടി ഇല്ലായിരുന്നു. അവൾ സൈലൻ്റായി തന്നെ നിന്നു. മര്യാദയ്ക്ക് പറഞ്ഞു, അന്ന് എൻ്റെ കൺമുന്നിൽ വെച്ച് എന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു, എന്താണ് നിന്റെ ഉദ്ദേശമെന്ന് അവൻ ചോദിക്കുന്നു. നീ ചുമ്മാ ഓരോരോ സീനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ സംസാരം കേട്ടാൽ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത് പോലെ തോന്നും, എനിക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്
ബ്ലോക്ക് ചെയ്യരുത്, നിന്റെ ലോകം വേറെ എൻ്റെ ലോകം വേറെ എന്നുള്ള വ്യക്തമാക്കുന്നു. നീ പറഞ്ഞതല്ല നന്നായി മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി ടേബിൾ ടെന്നീസ് കളിക്കുകയായിരുന്നു. ഒരുപാട് നേരം ഗെയിം കളിച്ചതുകൊണ്ട് തന്നെ അവർ ക്ഷീണിതരായിരിക്കുമ്പോഴാണ് അവളുടെ ഫ്രണ്ട് 2 പയ്യന്മാര് ബാഡ്മിന്റൺ കളിക്കുന്നത് കാണുന്നത്. ആ വൈറ്റ് കളർ ടീഷർട്ട് ഇട്ട പയ്യൻ നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട്. നല്ല സ്മാർട്ടാണ്, പക്ഷെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ഒന്ന് അടുത്ത് പോയി നോക്കിയിട്ട് വരാമെന്ന് ഹീറോയിന്റെ ഫ്രണ്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിന് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് അത് ഹീറോയുടെ ഫ്രണ്ട് ആണെന്ന്. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ നീ അവനെ കാണണമെന്ന് ആഗ്രഹിച്ചതല്ലേ, അവൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. അടുത്തെത്തിയപ്പോഴാണ് ഹീറോയുടെ ഫ്രണ്ടാണ് അവനെന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടിനും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പോവാൻ മടിക്കുന്നുണ്ട്. അങ്ങനെ പിടിവലിക്കിടയിലെ ഓപ്പോസിറ്റ് പ്ലെയറിനെ ഹീറോയിൻ കയറി ഇടിക്കുന്നുണ്ട്. മുഖം മുഴുവൻ മറച്ചത് കൊണ്ട് തന്നെ ഹീറോയുടെ കൂട്ടുകാരൻ്റെ കോ പ്ലെയർ ഹീറോ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. ഹീറോ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പാവം ആ 7 അയലത്ത് പോലും പോവില്ലായിരുന്നു. മുഖത്തെ കവറിംഗ് ഒക്കെ മാറ്റിയപ്പോഴാണെന്ന് അവൾക്കും അത് അവനാണെന്ന് മനസ്സിലായത്. ഹീറോയുടെ ഫ്രണ്ട് അവിടെ 4 പേർക്കും ചേർന്ന് ഡബിൾസ് കളിക്കാമെന്ന് പറയുമ്പോൾ ഹീറോയിന്റെ ഫ്രണ്ട് ഉടനടി തന്നെ ചാടിക്കേറി ഓക്കെ പറയുന്നുണ്ട്. വെള്ള ടീഷർട്ടിനെ കാണാനാണല്ലോ അവളും അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ 4 പേരും ചേർന്ന് വളരെ ഹാപ്പിയായി തന്നെ ബാഡ്മിന്റൺ കളിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിൻ പെട്ടെന്ന് ടയേർഡാവുന്നു. ഹീറോ ഉടനടി തന്നെ പറയുന്നുണ്ട് ഏത് നേരവും പിയാനോ വായനയും പഠിത്തമൊന്നും പറഞ്ഞിരുന്നാൽ ഇതുപോലെ എളുപ്പം ടയേർഡാവും, വല്ലപ്പോഴെങ്കിലും പുറത്തൊക്കെ ഇറങ്ങി എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ഹീറോ പരിഹാസത്തോടെ അവളോട് പറയുമ്പോൾ അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഫസ്റ്റ് ഗെയിം കളിച്ച് ജയിക്കാൻ നോക്കുന്ന പറഞ്ഞുകൊണ്ട് ഹീറോയിൻ വീറോടെയും വാശിയോടെയും വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. നന്നായി തന്നെ അവൾ ബാഡ്മിന്റൺ കളിക്കുന്നുണ്ടെങ്കിലും കാല് സ്ലിപ്പായി നിലത്തേക്ക് വീണ് കാൽമുട്ട് മുറിയുകയും ചെയ്യുന്നു. വളരെയധികം പരിഭ്രാന്തിയോടെ തന്നെ ഹീറോ ആവട്ടെ ഹീറോയിനെ എടുത്തുകൊണ്ട് പോയി ചെയറിലേക്ക് ഇരുത്തുന്നു. നല്ല മുറിവ് തന്നെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുറിവിൽ അപ്ലൈ ചെയ്യാനായി മെഡിസിൻ എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു. ഈ രംഗങ്ങളെല്ലാം ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഹീറോയിനാവട്ടെ അവന്റെ കയ്യിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ച് താൻ തന്നെ അപ്ലൈ ചെയ്തോളാമെന്ന് അവനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അത് അപ്ലൈ ചെയ്യാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. നിന്നെ കൊണ്ട് തനിയെ ഈ മെഡിസിൻ ഒന്നും അപ്ലൈ ചെയ്യാനുള്ള ധൈര്യമില്ല, ഞാൻ തന്നെ ആ മെഡിസിൻ അപ്ലൈ ചെയ്തോളാം, മര്യാദയ്ക്ക് ഞാൻ താന്ന് പറഞ്ഞ് മെഡിസിൻ ഹീറോ ആവട്ടെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. പക്ഷേ മെഡിസിൻ അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവളാവട്ടെ അവൻ്റെ കൈ തടഞ്ഞു വെക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കൈ വിട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, മരുന്ന് മുഴുവൻ ഞാൻ മുറിവിൽ വെച്ച് തേക്കുമെന്ന് തന്നെ ഹീറോ പറയുമ്പോൾ ഹീറോയിൻ കൈ പിടിക്കുന്നുണ്ട്. ഹീറോ വളരെ കെയറോടെ തന്നെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയും അതിനുശേഷം ബാൻഡേജ് ചുറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ ഹീറോയിൻ ഫ്ലാറ്റ് ആവുന്നുണ്ട്. അവളാണെങ്കിൽ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ നീ ഇപ്പോൾ ഓപ്പൺ സർജറി വരെ ചെയ്യുമെന്ന് തോന്നുന്നല്ലോ, ഒരു ചെറിയ മുറിവിന് ഇത്രയും ബാൻഡേജ് ചുറ്റണോ എന്ന് കളിയാക്കിക്കൊണ്ട് തന്നെ ഹീറോയുടെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവനാണെങ്കിൽ വല്ലാത്ത നാണക്കേട് അനുഭവപ്പെടുന്നുണ്ട്. നല്ല ചമ്മലോടെ തന്നെ ഹീറോയിൻ്റെ അടുത്ത് നിന്ന് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നീ സത്യം പറ, നീ അവളെ ലവ് ചെയ്യുന്നില്ലേ? എത്രയോ പെൺകുട്ടികൾ നിന്റെ പിന്നാലെ ചുറ്റി നടന്നിട്ടും ആരെയും നീ ഗവനിച്ചിട്ടില്ല. ഇവളെ ടീസ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും ബുള്ളി ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് എനിക്ക് എങ്ങനെയാ തോന്നിയെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അതിന് മറുപടിയൊന്നും ഹീറോ കൊടുക്കുന്നില്ല. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവളെ എങ്ങനെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിന് അവൻ ട്രീറ്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ആ പാർട്ടിയിലേക്ക് ഹീറോയിനും വന്നിട്ടുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ വീട്ടിൽ വെച്ച് ചില വെജിറ്റബിൾസ് ഒക്കെ കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ഓർത്തു വെച്ച ഹീറോ ആവട്ടെ അതൊക്കെ മാറ്റി ഹീറോയിന് ഫുഡ് എടുത്തു കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ഹീറോയിന് പിയാനോ കോമ്പറ്റീഷനുള്ള വിവരം അവരോടൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളും വരട്ടെ എന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ബോറടിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളൊക്കെ റേസേഴ്സ് അല്ലേ എന്നൊക്കെ അതും ഇതും അവൾ പറയുന്നു. എനിക്കെന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ട്, ബോറടിക്കുമെന്നൊന്നും നീ വിചാരിക്കേണ്ട, ടിക്കറ്റ് തരാൻ നോക്കുന്നു തന്നെ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു. പക്ഷേ ഹീറോ ആവട്ടെ നീ വേണമെങ്കിൽ പോക്കോ, ഞാൻ എന്തായാലും വരില്ല, എനിക്ക് ബോറടിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബോറടിക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ ആള് തന്നെ ആദ്യം വന്ന് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവനെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇൻട്രസ്റ്റ് ഇല്ല ബോറടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും നീ എന്തിനാ വന്നേ എന്ന് അവൾക്ക് ചോദിക്കാൻ തോന്നിയില്ല. കാരണം ഹീറോയിൻ ഇതിനോടകം തന്നെ അവൻ്റെ മേലിൽ ഒരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ. അവളെ നോക്കിയിട്ട് നീ ഇന്നലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിരുന്നോ, വളരെ ടയേർഡായി തോന്നുന്നുണ്ടല്ലോ, ഒരു കാരണവശാലും കോമ്പറ്റീഷൻ്റെ തലേ ദിവസം ഒരു കാരണവശാലും ഇത്രത്തോളം ഹെവിയായി പ്രാക്ടീസ് ചെയ്യരുതെന്ന് അവൻ പറയുന്നു. അതുമാത്രമല്ല എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാഞ്ഞിട്ടും കോമ്പറ്റീഷന് വന്നേ എന്നെങ്ങാണം അവളെ ചോദിച്ചാലോ എന്ന് ഭയന്നിട്ട് അവനാവട്ടെ മുൻകൂട്ടി പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അത്യാവശ്യമായി പുറത്തു പോയിരിക്കുകയാണ്, ഈ ടിക്കറ്റ് വേസ്റ്റായി പോകുമല്ലോ, അതുകൊണ്ട് പോണമെന്ന് പറഞ്ഞ് അവൻ എന്നെ ഫോഴ്സ് ചെയ്തതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്, അല്ലാതെ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ഇതൊന്നും കേൾക്കാനെന്ന് അവൻ പറയുന്നു. ശരി ശരി എന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ ഇവിടം വരെ വന്നിട്ട് ഓൾ ദ ബെസ്റ്റ് പറയാതെ പോകുന്നത് എങ്ങനെയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ഓൾ ദ ബെസ്റ്റ്, പോയി നന്നായി ചെയ്തിട്ട് വാ എന്നവൻ വെപ്രാളപ്പെട്ട് പറയുന്ന കേട്ടിട്ട് ഹീറോയിന് ചിരിയാണ് വന്നത്.
നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് വോമിറ്റിംഗ് അനുഭവപ്പെടുന്നു എന്ന് അവൾ പറയുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹീറോയിൻ വളരെ ഭംഗിയായി തന്നെ പിയാനോ വായിക്കുന്നു. പിയാനോ ഇരുന്ന് അവൾ വായിക്കുന്നത് കാണുമ്പോൾ അതിസുന്ദരിയായി തന്നെ അവളെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. അവൾ വായിക്കുന്ന മ്യൂസിക്കും വളരെ മനോഹരമായിരുന്നു. അവനാണെങ്കിൽ അവളുടെ മ്യൂസിക്കിലും അവളിലും വല്ലാതെ ഫ്ലാറ്റായി പോകുന്നു. അവളുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ താനെങ്ങാണം ചാടിക്കേറി അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാലോ എന്ന് കരുതി അവനാവട്ടെ ധൃതിയിൽ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അവൻ പോയത് അവളെ ചെറുതായി വിഷമിപ്പിക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിലിടയിലും ഒരു വാക്ക് പോലും പറയാതെ അവൻ പോയി കളഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഓർത്തുകൊണ്ട് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നിടത്ത് നമ്മുടെ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അൻഷ, ഷേതു, ലൈല, ഷഹാല, ഷഫ, നദിയ, അഞ്ജു, ബീന, ഉണ്ണി, കിത്തു, കണ്ണൻ, ആരു, അഞ്ജു, കുഞ്ചൻ, ആരു, അക്കു, ലിസ, ഷർബീന, ലിസി, ഫിദ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് പാർട്ടുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.